Hi all, welcome to our new episode. ഇന്ന് നമ്മൾ എ ഐ സംബന്ധിച്ചിട്ടുള്ളതാണല്ലോ വീഡിയോ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അറിഞ്ഞും അറിയാതെയായ ഒരുപാട് മിക്കവാറും മനുഷ്യർ അവരുടെ പേഴ്സണൽ ലൈഫിലും ഒഫീഷ്യൽ ലൈഫിലും ഈ ടെക്നോളജി യൂസ് ചെയ്യുന്നുണ്ടല്ലോ. പക്ഷെ നമ്മൾ ഇന്ന് ഫോക്കസ് ചെയ്യുന്നത് AGI പറ്റിയാണല്ലോ. അതെ, നമ്മൾ AGI, അതായത് ആർട്ടിഫിഷ്യൽ ജനറൽ ഇൻ്റലിജൻസ് എന്ന പേരിൽ അറിയപ്പെടുന്ന, അതായത് മനുഷ്യനോട് കിടപിടിക്കുന്നു, അതിന് മനുഷ്യനിൽ ഉപരി ഇൻ്റലക്ച്വലായിട്ട് ബുദ്ധിപരമായിട്ട് ശേഷിയുള്ള ടെക്നോളജിയാണ് AGI എന്ന് പറയുന്നത്. അപ്പോൾ അതിനെപ്പറ്റിയാണ് നമ്മൾ കൂടുതൽ ഫോക്കസ് ചെയ്ത് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത്. പക്ഷേ അതിനോട് സംസാരിക്കുന്നതിന് മുമ്പ് നമുക്ക് അത്യാവശ്യം എന്താണ് AI, അതിൻ്റെ വകഭേദങ്ങൾ, ഇതിനെപ്പറ്റി നമുക്കൊന്ന് സംസാരിക്കണം. കാര്യം ഇത് ഈ AI പറ്റി അല്ലെങ്കിൽ ടെക്നോളജിയിലൊക്കെ നല്ല അത്യാവശ്യം പ്രാവീണ്യമുള്ളവർക്ക് വേണ്ടിയുള്ള ഒരു വീഡിയോ അല്ല ഇത് വളരെ കോമൺ ആയിട്ടുള്ള ലേമാൻ, ഇതിനെപ്പറ്റി വലിയ കാര്യം ബേസിക്കായിട്ടുള്ള അറിവുകൾ പോലും ഇല്ലാത്ത ആൾക്കാരെ ഉദ്ദേശിച്ചുള്ള വീഡിയോ എന്ന് പറയുന്നത്. അപ്പം നമ്മൾ AI എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇത് പുതിയൊരു കുറേ വർഷങ്ങളായിട്ട് AI പല രീതിയിൽ നമ്മുടെ ജീവിതത്തിലും കോർപ്പറേറ്റ് ലൈഫിലുമൊക്കെ നമ്മളെ സ്വാധീനിക്കുക, നമ്മൾ യൂസ് ചെയ്യുകയോ ചെയ്യുന്നതാണ്. അപ്പം നമ്മൾ അറിയാതെയോ, ഈ പറഞ്ഞതുപോലെ അറിയാതെയോ അറിഞ്ഞോ നമ്മുടെ നിത്യജീവിതത്തിലും പേഴ്സണൽ ലൈഫിലും കോർപ്പറേറ്റ് ലൈഫിലും ഒക്കെ നമ്മൾ ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ ഇൻട്രാക്ട് ചെയ്യുന്ന ഒരു ടെക്നോളജി അല്ലെ ടൂളാണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന് പറയുന്നത്. അപ്പം നമുക്ക് നോക്കാം, നമ്മളിപ്പം അതിൻ്റെ കുറച്ച് എക്സാമ്പിൾ നോക്കിയാൽ നമുക്ക് വളരെ ക്ലിയർ ആയിട്ട് ഇത് മനസ്സിലാവും. ഇപ്പം ഐഫോൺ ഉപയോഗിക്കുന്ന, അതായത് സ്മാർട്ട് ഫോൺ ഉപയോഗിക്കുന്ന ആൾക്കാർ, അതിൽ ഐഫോൺ ഉപയോഗിക്കുന്നവർ സിറി എന്ന് പറയുന്ന ഒരു ടൂള് ഉപയോഗിക്കാറുണ്ട്. അതുപോലെ ആൻഡ്രോയിഡ് ഫോണുകൾ ഉപയോഗിക്കുന്നവർ ഗൂഗിൾ അസിസ്റ്റൻ്റ്, ഇപ്പോൾ അത് ജെമൈനിയും നമുക്ക് വേണമെങ്കിൽ ഉപയോഗിക്കാം, ടൂള് ഉപയോഗിക്കുന്നുണ്ട്. അതുപോലെ അലക്സ, ആമസോണിൻ്റെ അലക്സ എന്ന് പറയുന്ന ഡിവൈസും ടൂളും. അത് എന്താണ് ചെയ്യുന്നത് നമുക്കറിയാം. ഈ നമ്മുടെ വോയിസിൽ നമ്മൾ ചില ഇൻസ്ട്രക്ഷൻസ് കൊടുത്താൽ അതനുസരിച്ചിട്ട് അത് പ്രവർത്തിക്കും. ഇപ്പോൾ ഒരാളുടെ ഫോൺ ചെയ്യാൻ പറയുക, അല്ലെങ്കിൽ ഒരാൾക്ക് മെസ്സേജ് അയക്കാൻ പറയുക, അല്ലെങ്കിൽ ഒരു ആപ്പ് ഓപ്പൺ ചെയ്യാൻ പറയുക, ഇതൊക്കെ അത് ഇൻസ്ട്രക്ഷൻ അനുസരിച്ച് പ്രവർത്തിക്കും. അതാണ് AI ആണ്. പിന്നെ അതുപോലെ നമ്മളിപ്പോൾ OTT ഉപയോഗിക്കുന്ന ആൾക്കാരാണെങ്കിൽ, ഇപ്പം നെറ്റ്ഫ്ലിക്സിൽ അല്ലെ പ്രൈം വീഡിയോയിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്, നമ്മൾ കാണുന്ന ഷോ അല്ലെ പിന്നെ മൂവീസിൻ്റെ ഒക്കെ ബേസിസിൽ നമ്മുടെ ബിഹേവിയർ, നമ്മുടെ ഹിസ്റ്ററിയുടെ ബേസിൽ അത് നമുക്ക് ചില മൂവികളും ഷോകളും ഒക്കെ സജസ്റ്റ് ചെയ്യാറുണ്ട്. അതും AIയുടെ പ്രവർത്തനമാണ്. അതുപോലെ നമ്മൾ ഇപ്പം ഇന്ത്യയിലെ ഈവൻ മിഡ് റേഞ്ച് കാറുകളിൽ പോലും കാണുന്ന ഒരു സിസ്റ്റമാണ് അഡാസ്, അതായത് അഡ്വാൻസ്ഡ് ഡ്രൈവർ അസിസ്റ്റൻറ്റ് സിസ്റ്റം എന്ന് പറയുന്നത്. ഈ സിസ്റ്റം ഒരു ക്രൂസ് കൺട്രോള്, സേഫ്റ്റി, ഇത് അതായത് ക്യാമറ, സെൻസറ്, പിന്നെ അതുപോലെ AI ഒക്കെ ഉപയോഗിച്ചിട്ട് നമ്മളെ അസിസ്റ്റ് ചെയ്യുന്നതാണ്. അതായത് നമുക്ക് റിവേഴ്സ് പാർക്കിംഗ് ചെയ്യാൻ, നമുക്ക് മാനുവർ ചെയ്യാൻ, എല്ലാത്തിനും നമ്മളെ അടുത്തുള്ള കാറുകളെ കാണുകയും എത്ര ഡിസ്റ്റൻസ് ഉണ്ടെന്ന് അറിയിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു പരിധിവരെ നമ്മൾ കേട്ടിട്ടുണ്ട്. ചില ആൾക്കാർ ഈ അഡാസ് ഉപയോഗിച്ചിട്ട് സെൽഫ് ഡ്രൈവിംഗ് പോലെ തന്നെ ചെയ്തിട്ടുണ്ടെന്നുള്ള കാര്യം. ഓക്കെ, അതുപോലെ തന്നെ ഇപ്പം നമുക്കറിയാം എലോൺ മസ്കിൻ്റെ ടെസ്ല FSD, അതായത് ഫുള്ളി സെൽഫ് ഡ്രൈവിംഗ് കാർസ് അല്ലെ വെഹിക്കിൾസ് ലോഞ്ച് ചെയ്യുകയാണ്. അപ്പം സൈബർ ക്യാബ് അല്ലെങ്കിൽ റോബോ ടാക്സി എന്നൊക്കെ പേരിൽ ലോഞ്ച് ചെയ്യുന്ന ഇത് ഫുള്ളായിട്ട്, അതായത് സെൽഫ് ഡ്രൈവിംഗ് ആണ്. ഒരു ഡ്രൈവറുടെ ഒരു ആവശ്യവും ഇല്ലാതെ, ഒരു സൂപ്പർവിഷനും ഇല്ലാതെ ഡ്രൈവ് ചെയ്യാവുന്ന റൂട്ടാണ്. ഇതെല്ലാം AI എന്ന് പറയുന്ന ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ ടെക്നോളജിയാണ് അതിൻ്റെ പുറകിലുള്ളത്. അതുപോലെ നമ്മൾ മറ്റ് പല രംഗങ്ങളിലും നമുക്ക് ഇപ്പം സ്മാർട്ട് ഹോംസ് ഉണ്ട്. നമുക്ക് പുറത്തു നിന്ന് നമുക്ക് റിമോട്ടായിട്ട് നമ്മളുടെ വീട്ടിലെ പല ഡിവൈസുകളും പ്രവർത്തിപ്പിക്കാനും കൺട്രോൾ ചെയ്യാനും ഒക്കെ അങ്ങനെ പല അതായത് നിത്യജീവിതത്തിലും കോർപ്പറേറ്റ് ലൈഫിലും ഒക്കെ നമ്മൾ പല ടൂളുകൾ ഉപയോഗിക്കുന്നുണ്ട്. ഇപ്പം നമ്മൾ ഉപയോഗിക്കുന്ന ഇമെയിൽ, ഫോർ എക്സാമ്പിൾ, ഇമെയിലിനകത്ത് നമുക്ക് കാണാം പല രീതിയിൽ അത് നമ്മളെ റിമൈൻഡ് ചെയ്യുക, നമ്മളെ പല രീതിയിൽ നമ്മൾ റെസ്പോണ്ട് ചെയ്തില്ല അല്ലെ റിപ്ലൈ ചെയ്തില്ല എന്ന് നമുക്ക് അലേർട്ട് തരിക. അതുപോലെ നമ്മൾ ഒരു
ഇമെയിൽ ഡ്രാഫ്റ്റ് ചെയ്യുമ്പം നമുക്ക് പ്രൊഡിക്റ്റീവായിട്ട് അത് നമ്മളെ സജസ്റ്റ് ചെയ്യുക, അടുത്ത വേർഡുകൾ, അടുത്ത സെൻറ്റൻസ്, ചിലപ്പോൾ ഈവൻ സെൻറ്റൻസ് തന്നെ സജസ്റ്റ് ചെയ്യാറുണ്ട് ഇല്ലേ. അപ്പം അതെല്ലാം ഈ എന്താ പറയുന്നത്, ഇതെല്ലാം AI-യുടെ പ്രവർത്തനങ്ങളാണ്. അതുപോലെ തന്നെ നമ്മളിപ്പം ഗൂഗിളിൽ പോയി അല്ലെ ബിങ്ങിൽ പോയി സെർച്ച് ചെയ്യുക, ഒരു കാര്യം സെർച്ച് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ അങ്ങനെ പല സെർച്ചുകൾ ചെയ്യുമ്പോൾ നമ്മൾ പിന്നീട് ഇപ്പം ഈ സെർച്ച് എൻജിൻസ് ഓപ്പൺ ചെയ്യുമ്പം അത് നമ്മൾ ആദ്യം കാണുന്ന ചില ലിങ്ക് ഡേറ്റ അല്ലെ ഫീഡ് എന്താണ് ഈ നമ്മൾ നേരത്തെ ചെയ്ത അതിൻ്റെയൊക്കെ ബേസിസിലുള്ളതായിരിക്കും. അതായത് നമുക്ക് ഇൻട്രസ്റ്റ് ഉള്ള ടോപ്പിക്ക് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ വെച്ചിട്ടാണ് ഇത് ചെയ്യുന്നത്. അതുപോലെ തന്നെ നമ്മൾ ഈ സോഷ്യൽ മീഡിയ ഇപ്പം ഇൻസ്റ്റ, FB, ട്വിറ്റർ, ലിങ്ക്ഡിൻ ഇതുപോലുള്ളതിനകത്തൊക്കെ പോയി നമ്മൾ ഏതെങ്കിലുമൊക്കെ ടോപ്പിക്കുകൾ കാണുകയും വായിക്കുകയും വ്യൂ ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ഒക്കെ ചെയ്യുമ്പം നമുക്ക് പിന്നീട് ഇതിൽ അതിൻ്റെ ബേസിസുകളിലാണ് നമുക്ക് ഫീഡുകൾ കിട്ടുന്നത് ഈ സോഷ്യൽ മീഡിയയിലൊക്കെ. അതുപോലെ തന്നെ നമ്മളൊരു സാധനം സെർച്ച് ചെയ്യുക, ഒരു പർട്ടിക്കുലർ സർവീസോ ഗുഡ്സോ എവിടെയെങ്കിലും സെർച്ച് ചെയ്യുവാണെങ്കിൽ ഇതിൻ്റെ ബേസിൽ നമുക്ക് അഡ്വർടൈസ്മെൻറ്റ് നമ്മൾക്ക് പുഷ് ചെയ്യപ്പെടും ഇല്ലേ. ഇതെല്ലാം AI ആണ് പ്രവർത്തിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒത്തിരി ഉണ്ട്. ഞാൻ വളരെ ഒരു എക്സാമ്പിൾ പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ ഇനി അടുത്തത് എന്താണ് ഈ ജെനൈ എന്ന് പറയുന്ന ജനറേറ്റീവ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്. ഇത് ഒരു പുതിയ ടെക്നോളജി ഒന്നുമല്ല, ഇത് AI ആണ്. ഇപ്പം നമ്മൾ പറയുമ്പോൾ AI ആണ് ഇതിൻ്റെ എല്ലാം ഒരു ബേസ് എന്ന് പറയുന്നത്. അതിൻ്റെ ഒരു ഫ്രെയിംവർക്കിലാണ് ഇതിൻ്റെ പല രൂപങ്ങൾ വരുന്നത്. ഇപ്പം AGI എന്ന് പറയുന്നത് ഇതിൻ്റെ ഒരു അഡ്വാൻസ്ഡ് വെർഷനാണ്. അതേസമയം ജെനൈ എന്ന് പറയുന്നത് ഇതിൻ്റെ ഒരു വകഭേദമാണ്, ഒരു ബ്രാഞ്ചാണെന്ന് പറയാം. ഇതിൻ്റെ ബേസിക് ടെക്നോളജിയാണ്. അത് വേറൊരു രീതിയിൽ ഇത് യൂസ് ചെയ്യപ്പെടുന്നത്, യൂസ് കേസ് ഡിഫറെൻ്റ് ആണ്. അതെ. അപ്പം ഈ ജനൈയ എന്ന് പറയുന്നത് ഇപ്പം നമ്മളിപ്പോൾ പറഞ്ഞില്ലേ, ഇമെയിൽ ചെയ്യുമ്പം നമ്മളെന്തെങ്കിലും മെസ്സേജ് ചെയ്യുമ്പോൾ നമ്മളെ ഹെൽപ്പ് ചെയ്യുക. ഇപ്പം നമ്മൾ നേരത്തെ ഉപയോഗിക്കുന്ന ഗ്രാമർലി അതുപോലുള്ള ടൂളുകളുണ്ട്. ഇപ്പം ഒരു ആർട്ടിക്കിൾ എന്തെങ്കിലും എഴുതിയിട്ട് നമ്മളതിനെ ഗ്രാമർ ടെസ്റ്റ് ചെയ്യുക, അതിൻ്റെ സ്ട്രക്ചർ ചെയ്യുക എന്നൊക്കെ പറഞ്ഞതിന് ഉപയോഗിക്കുന്ന ഗ്രാമർലി അതും AI ആണ്, മനസ്സിലായില്ലേ. അപ്പം നമ്മളിപ്പോൾ ഈ ജെനൈ എന്നല്ല ജനറേറ്റീവ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന് പറയുന്ന ടെക്നോളജിയെ പറ്റി കൂടുതൽ കേൾക്കാൻ തുടങ്ങിയത് ChatGPT റിലീസ് ചെയ്തതിന് ശേഷമാണ്. നമുക്കറിയാമല്ലോ. അപ്പം ChatGPT മാത്രമല്ല, ChatGPT പോലെ തന്നെ ജെമിനി, ഗൂഗിളിൻ്റെ ജെമിനി, മൈക്രോസോഫ്റ്റിൻ്റെ കോപ്പൈലറ്റ്, അതുപോലെ എലോൺ മസ്കിൻ്റെ XAIയുടെ ഗ്രോക്ക്, ഇങ്ങനെ ഡോളെ, അങ്ങനെ ഒത്തിരി വളരെയധികം ജെനൈ ടൂളുകളുണ്ട്. ഇപ്പം നമ്മൾ ഗൂഗിളിൽ പോയി നമ്മൾ എന്തെങ്കിലും സെർച്ച് ചെയ്യുമ്പം നോർമലി എന്താണ് വന്നുകൊണ്ടിരുന്നത്, അതിൻ്റെ കുറേ ലിങ്കുകൾ വരും. നമ്മൾ ആ ലിങ്ക് ഓപ്പൺ ചെയ്തിട്ടാണ് നമ്മൾ ഇത് ഓരോ കാര്യങ്ങളെപ്പറ്റി മനസ്സിലാക്കിക്കൊണ്ടിരുന്നത്. ഇപ്പോഴേ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇപ്പം ചെയ്യുമ്പോൾ ഈ ലിങ്കുകൾ വരുന്നതിൻ്റെ കൂടെ തന്നെ ആദ്യം ജെമിനിയുടെ ഒരു സമ്മറി, അതായത് ഈ ഡേറ്റകളൊക്കെ കളക്ട് ചെയ്ത് അത് ഇതിനൊരു ഉത്തരം തരും നമ്മൾ ചോദിക്കുന്ന റിസർച്ചിന്. അതാണ് ജെനൈ എന്ന് പറയുന്നത്, മനസ്സിലായില്ലേ. ഇപ്പം നമ്മൾ ഈ ജെനൈ പല രീതിയിലുണ്ട്, പല ഫോക്കസിൽ സ്പെഷ്യലൈസേഷൻ ഉണ്ട്. ഇപ്പം ChatGPT ഫോർ എക്സാമ്പിൾ നമുക്ക് ടെക്സ്റ്റിലായിട്ടുള്ള കാര്യങ്ങൾക്ക് ടെക്സ്റ്റിലാണ് അത് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. എന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ ഒരു പോം എഴുതണം, അല്ലെങ്കിൽ ഒരു സ്റ്റോറി എഴുതണം, ഒരു സ്ക്രിപ്റ്റ് എഴുതണം, ഒരു ആർട്ടിക്കിൾ എഴുതണം, അതിന് ടോപ്പിക്ക് പറയുക, അതിന് ഇത്ര വേർഡ് വേണം, ഇതിൻ്റെ ലാംഗ്വേജ് വേണമെന്ന് പറഞ്ഞാൽ ഇറ്റ് വിൽ റൈറ്റ് ഫോർ യു, മനസ്സിലായില്ലേ. അത് പോലെ തന്നെ ഇത് വേണേൽ നമുക്ക് അത്യാവശ്യം കമ്പ്യൂട്ടർ പ്രോഗ്രാമിംഗ് ചെയ്യാനുള്ള കഴിവുണ്ട് ChatGPT. അപ്പോൾ ഇത് വളരെയധികം കാര്യം. അതുപോലെ തന്നെ നമുക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഈ ഇപ്പം ഗൂഗിളിൽ പോയി നമ്മൾ സെർച്ച് ചെയ്യുന്നതിന് പകരം പകരമായിട്ട് തന്നെ ജെമിനി ഇപ്പം തരുന്നത്. പക്ഷേ ChatGPT പോയി കഴിഞ്ഞാൽ അത് ഈ പറഞ്ഞ പോലെ ഈ ഡൊമൈൻ ഇൻ്റർനെറ്റിലുള്ള പല സോഴ്സുകൾ ഉപയോഗിച്ച് അത് നമുക്ക് ഉത്തരം തരും, മനസ്സിലല്ലേ. അപ്പോൾ അതേസമയം നമുക്കിപ്പം ഈ ജെനൈ എന്ന് പറയുന്ന സംഭവം ഇതിൻ്റെ ഒരു യൂസ് കേസ് എന്ന് പറഞ്ഞാൽ കണ്ടന്റ് ക്രിയേഷനാണ്. കണ്ടന്റ് ക്രിയേഷൻ ടെക്സ്റ്റ് ആകാം, വിഷ്വൽസ് ആകാം, വീഡിയോ ആകാം, ഓഡിയോ ആകാം, അങ്ങനെ പല ഇതുണ്ട്. ഇപ്പം നമ്മളിപ്പം ഒരു പിക്ചർ വേണം, നമ്മളൊരു കാര്യം പറഞ്ഞിട്ട് ഒരാളുടെ ഒരു സാധനം പിക്ചർ വരികയാണെന്ന് പറഞ്ഞാൽ അതിന് പറ്റിയ ജെനൈ ടൂൾ എന്ന് പറഞ്ഞാൽ ഡോളെ ആണ്. ഓക്കെ. അപ്പം അതുപോലെ തന്നെ നമുക്ക് അറിയാവുന്ന
വളരെ ഇപ്പോൾ ഫേമസ് ആയിട്ടുള്ള എലോൺ മസ്കിൻ്റെ എക്സ്ഐയുടെ ഗ്രോക്ക് എന്ന് പറയുന്നത്, അതെന്താ ചെയ്യുന്നത്? അത് ഈ പറഞ്ഞ പോലെ ചോദ്യങ്ങൾ ചോദിക്കുക, തന്നെ ബയസ്ഡ് അല്ലാത്ത ഉത്തരം തരുമെന്നൊക്കെയാണ് പറയുന്നത്. അപ്പം ഇന്ത്യയിൽ അത് വളരെ അടുത്ത സമയത്ത് കുറേ പോപ്പുലറാണ്. കാര്യം പല ആൾക്കാരും ഗ്രോക്കിനോട് പല ചോദ്യങ്ങളും ചോദിക്കും. ഇവിടുത്തെ പൊളിറ്റീഷ്യൻസിനെ പറ്റി, രാഷ്ട്രീയ പാർട്ടികളെ പറ്റി, ചില ഇൻസിഡന്റുകളെ പറ്റിയൊക്കെ ചോദിക്കുകയും അതിൻ്റെ ഉത്തരം ഇവിടെ ചില ഒരു അത്യാവശ്യം ഡിസ്റ്റർബൻസ് ഉണ്ടാക്കിയതൊക്കെ നമുക്കറിയാം, ഡിസ്റ്റർബൻസ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് നമുക്കറിയാം. അപ്പോൾ അതിനെ എങ്ങനെ കൺട്രോൾ ചെയ്യാമെന്നൊക്കെ ഇരിക്കുന്നതായിട്ടൊക്കെ നമ്മൾ കേൾക്കാറുണ്ട്. അപ്പം ഈ എയുടെയും ഈ ജനയുടെയും ഒക്കെ ഇപ്പം എയുടെ ഒരു പ്ലസ് ആൻഡ് കോൺസ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ ഇത് വളരെ എഫിഷ്യൻ്റ് ആണ്, കോസ്റ്റ് എഫക്റ്റീവാണ്. പല കാര്യങ്ങളും നമുക്ക് വളരെ വേഗത്തിൽ ചെയ്യാൻ, വളരെ എഫിഷ്യൻ്റായിട്ട് ചെയ്യാൻ പല റിപ്പിറ്റേറ്റീവായിട്ടുള്ള പല ജോലികളും, അതായത് റിപ്പിറ്റേറ്റീവായിട്ട് ചെയ്യുന്ന പല ജോലികളും നമുക്ക് ഓട്ടോമേറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ അത് ചെയ്യുന്നതിന് പകരം അതുപോലെ തന്നെ നമുക്ക് അക്യുറേറ്റ് ആയിട്ട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. മനുഷ്യനുണ്ടാകുന്ന തെറ്റുകളൊക്കെ ഇല്ലാതാക്കി ചെയ്യാൻ പറ്റും. അതുപോലെ ജനയാണെങ്കിലും ഈ പറഞ്ഞ പോലെ കണ്ടന്റ് ക്രിയേഷനിൽ, പല രീതിയിലുള്ള കണ്ടന്റ് ക്രിയേഷനിൽ ആ ഡൊമൈനിലുള്ള ആൾക്കാർക്ക് അത് ഹെൽപ്ഫുൾ ആകും. ഇതൊന്നും അല്ലാതെ ഇവരെ ഡിപ്പെൻഡ് ചെയ്തിട്ട് ഡിപ്പെൻഡ് ചെയ്ത് ഈ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കമ്പനികൾക്കും ആൾക്കാർക്കും ഇത് വളരെ യൂസ്ഫുൾ ആണ്. അതായത് ഫ്രീ ആയിട്ട് പറഞ്ഞാൽ ഈ ജനയ്ക്ക് വേണ്ടി ചിലവാക്കുന്ന ഇൻവെസ്റ്റ്മെന്റ് അല്ലാതെ വേറെ പൈസ ഒന്നും കൊടുക്കാതെ, വേറെ പണമൊന്നും കൊടുക്കാതെ തന്നെ നമുക്ക് ചെയ്ത് കിട്ടുന്ന സംഭവമാണ്. പക്ഷേ ഇങ്ങനെ പല ഗുണങ്ങളുണ്ട്. പക്ഷേ ഇതിൻ്റെ കുറച്ച് ദോഷഫലങ്ങൾ എന്ന് പറഞ്ഞാൽ, ഒന്ന്, ഇത് ബയസ്ഡ് ആയിരിക്കും. കാര്യം ഇതിനെ എങ്ങനെ ട്രെയിൻ ചെയ്തു, ഇത് എന്ത് ഡേറ്റ ആണ് ഉപയോഗിക്കുന്നതിൻ്റെ ബേസിലായിരിക്കും ഔട്ട്പുട്ട് വരുന്നത്. അപ്പം ചിലപ്പം ബയസ്ഡ് ആയിരിക്കും. അത് കറക്റ്റ് ഒരു അൺബയസ്ഡ് ആണെന്ന് നമുക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റത്തില്ല. പിന്നെ ഡേറ്റ റോങ് ആണെങ്കിൽ, അല്ലെങ്കിൽ അക്യുറസി കുറവാണെങ്കിൽ ഔട്ട്പുട്ടും റോങ് ആയിരിക്കും. പിന്നെ ഉള്ളത്, ഇത് പല ആൾക്കാരുടെയും ജോലി നഷ്ടപ്പെടാനുള്ള സാധ്യതയുണ്ട്. അത് ഒരു മാനവരാശിക്ക് അല്ലെങ്കിൽ അത് ഒരു അഭികാമ്യമായ ഒരു കാര്യമാണ്. ഇപ്പം നമ്മൾ അപ്സ്കില്ല് ചെയ്യാൻ ഇവരെ റീഹാബിലിറ്റ് ചെയ്യാമെന്നൊക്കെ പറയുന്നതിന് അല്പം പരിമിതികളുണ്ട്. പണ്ട് നമ്മൾ പറയുമായിരുന്നു, കമ്പ്യൂട്ടർ വന്നപ്പോൾ, അല്ലെങ്കിൽ ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ വന്നപ്പം, ട്രാക്ടർ വന്നപ്പം, കമ്പ്യൂട്ടർ വന്നപ്പോൾ ഒക്കെ ആൾക്കാർ ഇത് പറഞ്ഞു, അത് ആസ്ഥാനത്തായിരുന്നു എന്ന് പറയുന്നതിനെ പോലെ അല്ല ഈ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന സംഭവം. കാര്യം അത് അപ്സ്കില്ല് ചെയ്യാൻ, ഇപ്പം ഒരാളിപ്പം ഒരു സെക്യൂരിറ്റി വർക്ക് ചെയ്യുന്ന ഒരു ആളുടെ ജോലി നാളെ ഒരു റോബോട്ട് ഉപയോഗിച്ചിട്ട് ചെയ്യുവാണെങ്കിൽ ആ ഒരു സെക്യൂരിറ്റി ഗാർഡിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ടൊക്കെ നമുക്കറിയാം. അദ്ദേഹത്തെ എന്ത് അപ്സ്കില്ല് ചെയ്തിട്ട് എന്ത് ജോലി ചെയ്യിപ്പിക്കാൻ പറ്റും എന്നുള്ളതിന് സംശയമാണ്. ഞാൻ ഒരു എക്സാമ്പിൾ പറഞ്ഞതേ ഉള്ളൂ. ഓക്കെ. ഇപ്പം പൊതുവെ ജനങ്ങളുടെ ഇടയിൽ കൂടുതലായിട്ട് ചർച്ച നടത്തുന്ന സംസാര വിഷയമാണല്ലോ AGI. ഇത് പിന്നെ എന്താ ഇതിന് ഒരുപാട് പ്ലസും മൈനസും പറയുന്നുണ്ട്. മനുഷ്യരാശിക്ക് ഇത് ഭീഷണിയായി മാറുമോ, അല്ലെങ്കിൽ ഈ ഭൂമിയിൽ നിന്ന് തന്നെ മനുഷ്യർ ഇല്ലാതായി പോവുമോ ഒക്കെ പറയുന്ന നമ്മൾ കേൾക്കുന്നുണ്ടല്ലോ. അതിനെപ്പറ്റി എന്താണ്? അതെ, AGI. അപ്പം നമ്മൾ ആക്ച്വലി ഇപ്പം ഇത് ഇച്ചിരി നീണ്ടുപോയി. പിന്നെ നമ്മൾ AIയുടെ ബാക്ക്ഗ്രൗണ്ട്, പക്ഷേ അത് പറയാതിരിക്കാൻ പറ്റത്തില്ല. കാര്യം ഫസ്റ്റിൽ ഇതിൻ്റെ ഒരു വ്യത്യാസം, ഈ AIയും അതിൻ്റെ വകഭേദമായ ജനയും അതുപോലെ വേറെ ഒത്തിരി ബ്രാഞ്ചസുകളും വേർഷൻസും ഒക്കെ ഉണ്ട്. അതും AGI എന്നറിയപ്പെടുന്ന, അതായത് ആർട്ടിഫിഷ്യൽ ജനറൽ ഇൻ്റലിജൻസ് എന്നറിയപ്പെടുന്ന ഈ ടെക്നോളജിയും തമ്മിൽ വ്യത്യാസമുണ്ട്. കാര്യം ഈ AI ആസ് എ ഹോൾ ബേസിക്കായിട്ട്, അല്ലെങ്കിൽ ജനയൊക്കെ എന്ന് പറഞ്ഞാൽ അത് ട്രെയിൻ ചെയ്തതാണ്. അതായത് നമുക്കറിയാം, നമ്മൾ കേട്ടിട്ടുണ്ടാവും ഈ മെഷീൻ ലേണിങ്, അതുപോലെ LLM, ലാർജ് ലാംഗ്വേജ് മോഡൽസ്, ഈ ടെക്നോളജികൾ ഉപയോഗിച്ചിട്ട് ഈ AIയെ ട്രെയിൻ ചെയ്യും. ഒരു പർട്ടിക്കുലർ ഡൊമൈനിൽ, അല്ലെങ്കിൽ പർട്ടിക്കുലർ സ്കില്ലിൽ, ഒരു പർട്ടിക്കുലർ ടാസ്കിൽ അതിനെ ട്രെയിൻ ചെയ്ത്. ഇപ്പം നമ്മൾ ചാറ്റ് ബോട്ട്, ഫോർ എക്സാമ്പിൾ, ചാറ്റ് ബോട്ട് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു ഓൺലൈൻ ഇതിൽ പോവുകയാണ്, പോർട്ടലിൽ പോവുകയാണ്, ഒരു ബാങ്കിങ് ചെയ്യുക, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും നമ്മൾ ഷോപ്പിംഗ് ചെയ്യുക, അങ്ങനെയൊക്കെ വരുമ്പം ചിലപ്പം ഈ ചാറ്റ് ബോട്ട് ഒരു പേരിൽ I am so എന്ന് പറഞ്ഞിട്ട് നമ്മളെ ഹൗ ക്യാൻ ഐ ഹെൽപ്പ് യു എന്ന് പറഞ്ഞിട്ട് വരും, ഇല്ലേ? അപ്പം അതിനോട് നമ്മൾ ഏത് പോർട്ടലാണോ അവർ ഡീൽ ചെയ്യുന്ന പ്രൊഡക്റ്റ് അല്ലെ സർവീസുമായിട്ട് ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങൾ ചോദിച്ചാൽ ഒരു പരിധിവരെ അത്
നമുക്ക് ഉത്തരം തരും, അതുപോലെ നമ്മളെ ഹെൽപ്പ് ചെയ്യുകയും ചെയ്യും. അതിൻ്റെ പുറത്ത് എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ അതിന് ആൻസർ ചെയ്യാൻ പറ്റത്തില്ല. ബിക്കോസ് ഇറ്റ് ഇസ് നോട്ട് ഐ മീൻ അതിന് ട്രെയിനിങ് കൊടുത്തിട്ടില്ല, മനസ്സിലായില്ല. അതേസമയം AGI എന്ന് പറയുന്ന ടെക്നോളജി അത് വിഭാവനം ചെയ്യുന്നത് കൺസെപ്റ്റ് ലെവൽ അല്ലെങ്കിൽ ഇപ്പോൾ റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റിൽ ആയിട്ടുള്ളൂ. അത് എന്ന് പ്രവർത്തിക്കാകും എന്ന് നമുക്ക് ഇതുവരെ ഒരു ഉത്തരവില്ല. അപ്പം AGI വിഭാവനം ചെയ്യുന്നത് മനുഷ്യനെ പോലെ പ്രവർത്തിക്കുന്ന, അല്ലെങ്കിൽ മനുഷ്യനിൽ ഉപരിയായിട്ട് സൂപ്പർ ഇൻ്റലിജൻസ് എന്നുള്ള രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു ടെക്നോളജിയാണ്. എന്ന് പറഞ്ഞാൽ മനുഷ്യൻ ചിന്തിക്കുന്നത് പോലെ, മനുഷ്യൻ പ്രവർത്തിക്കുന്ന പോലെ, മനുഷ്യൻ്റെ ബുദ്ധിശക്തിയുള്ള, മനുഷ്യൻ്റെ ഇൻ്റലക്ച്വൽ കപ്പാസിറ്റിയുള്ള, മനുഷ്യനെ പോലെ എന്തും ചെയ്യാൻ, മനുഷ്യൻ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ചെയ്യുന്നവർ. അതായത് ഒരു പർട്ടിക്കുലർ ട്രെയിൻ ചെയ്താൽ അത് സ്വയമായിട്ട് ട്രെയിൻ ചെയ്യപ്പെടും. അതാണ് അതിൻ്റെ വ്യത്യാസം എന്ന് പറയുന്നത്. ഈ AGIയുടെ കൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ മനുഷ്യരെ പോലെ. ഇപ്പം മനുഷ്യർ സ്കൂളിലും കോളേജിലും പോയി പഠിക്കും, പിന്നെ അത് കഴിഞ്ഞ് കണ്ടും കേട്ടും വായിച്ചും ഒക്കെ പഠിക്കും, ഇല്ലേ? അതിൻ്റെ പാസ്റ്റ് എക്സ്പീരിയൻസ്, ഇപ്പോൾ ചെയ്ത കാര്യങ്ങൾ, അതാണല്ലോ നമ്മൾ ഇപ്പോൾ വർക്ക് ലൈഫിൽ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത്, അതല്ലേ? അപ്പം അങ്ങനെ AGIയും അത് സ്വയമായിട്ട് ചെയ്യുന്ന കാര്യങ്ങൾ, ചെയ്ത കാര്യങ്ങൾ, പഴയ ഡേറ്റകൾ, അത് തന്നെ ചെയ്യുന്ന കാര്യങ്ങൾ ഒക്കെ നിന്നും അത് പഠിച്ചാണ് അത് ഓരോ കാര്യങ്ങൾ. എന്ന് പറഞ്ഞാൽ മനുഷ്യൻ്റെ കോഗ്നിറ്റീവ് കേപ്പബിലിറ്റീസ് അല്ല, റീസണിങ്, അനലിറ്റിക്കൽ കേപ്പബിലിറ്റി, ഇതെല്ലാം ഉള്ള ഒരു ടെക്നോളജിയാണ് AGI കൊണ്ട് വിഭാവനം ചെയ്യുന്നത്. ഓക്കെ, അപ്പം ഇതിപ്പം ഇത്രയും ലൈം ലൈറ്റിൽ അടുത്ത സമയത്ത് വന്നതിന് കുറേ കാര്യങ്ങളുണ്ട്. ഒന്ന്, ഈ കഴിഞ്ഞ ആഴ്ചയിലാണ് ഈ ഡീപ്പ് മൈൻഡിൻ്റെ CEO, ഡീപ്പ് മൈൻഡ് എന്ന് പറയുന്നത് ഈ ഗൂഗിള് ടേക്ക് ഓവർ ചെയ്ത ഒരു AI കമ്പനിയാണ്. അവരാണ് AGIയിൽ ഇപ്പം വളരെ മുന്നോട്ട് പോയിട്ടുള്ളത്, റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ്. CEO പറഞ്ഞു 2030 ആകുമ്പോഴത്തേക്ക് AGI നിലവിൽ വരുമെന്ന് പറഞ്ഞു. ഓക്കെ, അതുപോലെ നമ്മുടെ ഈ ChatGPT ക്രിയേറ്റ് ചെയ്ത കമ്പനിയാണ് ഓപ്പൺഐയുടെ CEO ആൽറ്റ്മാൻ പറഞ്ഞത് എന്താണ്, ഈ പറഞ്ഞ പോലെ 5 to 10 years ഈ ജനൈ ഉണ്ടാകുമെന്ന് പറഞ്ഞു. പക്ഷേ കക്ഷി ഇതിനെപ്പറ്റി വളരെ ഇതിനെ ഒരു നെഗറ്റീവായിട്ടെന്ന് പറഞ്ഞാൽ ഇത് നമ്മൾ കൃത്യമായിട്ട് നല്ല കെയർഫുള്ളായിട്ട് ചെയ്തില്ലെങ്കിൽ ഇത് വളരെയധികം ദോഷഫലങ്ങൾ ഉണ്ടാക്കുമെന്ന് പുള്ളി വാൺ ചെയ്തിട്ടുണ്ട്. അതുപോലെ നമ്മൾ നോക്കുന്നത് ഡീപ്പ് മൈൻഡ് ആണ് ഇതിൻ്റെ മുമ്പിൽ. നിങ്ങൾ ഡീപ്പ് മൈൻഡിൻ്റെ ഒരു ടീം ഒരു ആർട്ടിക്കിൾ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ആ പബ്ലിഷിലും ഇതുപോലെ തന്നെ ജനൈ എന്ന് പറയുന്ന കൺസെപ്റ്റ് പ്രാവർത്തികമാക്കുകയാണെങ്കിൽ അത് ചിലപ്പം മനുഷ്യരാശിക്ക് തന്നെ വിപത്താകാം, മനുഷ്യരാശിയുടെ നിലനിൽപ്പിനെ തന്നെ ബാധിക്കാമെന്നത് വാൺ ചെയ്തിട്ടുണ്ട്. അപ്പം ഇപ്പം ബിൽ ഗേറ്റ്സും പറയുന്നത് ഉടനെ വരും, ഇത് വന്നു കഴിഞ്ഞാൽ പല ആൾക്കാരുടെയും ജോലി നഷ്ടപ്പെടും, ചില 2-3 ജോലികൾ മാത്രമേ നിലനിൽക്കത്തുള്ളൂ എന്നാണ്. ഇപ്പോൾ കാര്യം ഈവൻ ഇത് ജനൈ വരുവാണെങ്കിൽ ഈവൻ ഡോക്ടേഴ്സ് വോണ്ട് ബി നീഡഡ്, എൻജിനീയേഴ്സ് വോണ്ട് ബി നീഡഡ്, അക്കൗണ്ടൻസ് വോണ്ട് ബി നീഡഡ്, ടീച്ചേഴ്സ് വോണ്ട് ബി നീഡഡ്. മനസ്സിലായില്ല, ഇങ്ങനെ പല ജോലികളും, സാധാരണ ജോലികളൊക്കെ ഈ AGI അല്ലാതെ നോർമൽ AI കൊണ്ട് തന്നെ പോകും. ഞാൻ പറഞ്ഞ വളരെ അൺസ്കിൽഡ്, സെമി സ്കിൽഡ് ആയിട്ടുള്ള ജോലികളൊക്കെ. അപ്പം അങ്ങനെ ഒരു സിറ്റുവേഷൻ വരുവാണെങ്കിൽ അത് തന്നെയല്ല, ഈ AGI എന്ന് പറയുന്നതിനെ ഈ മനുഷ്യനെ നിയന്ത്രിക്കാൻ വയ്യാത്തൊരവസ്ഥ ഉണ്ടാകും. അത് നമ്മളെ നിയന്ത്രിക്കാൻ തുടങ്ങുന്ന ഒരു അവസ്ഥ ഉണ്ടാകും. മനസ്സിലായി, അത് സൂപ്പർ ഇൻ്റലിജൻസ് ആയതുകൊണ്ട് അത് സ്വയം പഠിക്കുക. അപ്പം നമ്മളെക്കാളും ഫാസ്റ്റായിട്ട് അത് പഠിക്കുകയും ഇതൊക്കെ ചെയ്തതാണെങ്കിൽ എന്തെല്ലാം ചെയ്യാൻ പറ്റും. അതിന് ന്യൂക്ലിയർ ബോംബ് ഉണ്ടാക്കാൻ പറ്റും, ന്യൂക്ലിയർ ബോംബ് ഉണ്ടാക്കി പിന്നെ ഈ ലോകം മുഴുവൻ നശിപ്പിക്കാൻ പറ്റും. അല്ലെങ്കിൽ ഇവിടെ ഓൾറെഡി നിലവിലുള്ള ന്യൂക്ലിയർ ബോംബ് ട്രിഗർ ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ ഇവിടുത്തെ ഈ ഡിഫൻസ് ഓൾ ആർമമെന്റ്സ് ഉപയോഗിച്ച് അങ്ങനെ എന്തെല്ലാം രീതിയിൽ മനുഷ്യനെ ഇത് ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെ ഇതൊരു ഭയങ്കര, അതുകൊണ്ടാണ് ചില കമ്പനികൾ ചില ഇപ്പോൾ AIയുടെ പിതാവെന്നറിയപ്പെടുന്ന ജിയോഫ്രൈ ഹിൻഡോണും ഇതുപോലെ ഗൂഗിളിൽ നിന്ന് രാജിവെച്ച് പോയതാണ്. അതായത് ഈ AGI എന്ന് പറയുന്നത് വിനാശകരമാണ്, ഡേഞ്ചറസ് ആണെന്നുള്ള അഭിപ്രായം പറഞ്ഞിട്ട് ഇത് നമ്മളെ ടേക്ക് ഓവർ. അപ്പം ചില കമ്പനികളൊക്കെ വളരെ കോഷ്യസ് ആയിട്ട് പോകണം, എത്തിക്കലായിട്ട്. അതായത് ഇത് മനുഷ്യനെയും ഗവൺമെൻറ്റുകളെയും ഒക്കെ ബാധിക്കുന്നു. ഗവൺമെൻറ് എങ്ങനെയാണ് ഇതിനെ നിയന്ത്രിക്കുന്നത്, ഇതിൻ്റെ ഡെവലപ്മെൻറ്റിനെ നിയന്ത്രിക്കുന്നതെന്നൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്.
കാര്യം ഇത് ഗവൺമെൻറ്റുകളെ പോലും ഇത് നിഷ്പ്രഭമാക്കി ചിലപ്പം ഈ അതിനൊരു പ്രസക്തി ഇല്ലാത്ത അവസ്ഥയിലേക്ക് കൊണ്ടുവരും. അപ്പം കോഷ്യസായിട്ട് പോകണം, ഇതിന് റെഗുലേഷൻ വേണം, ഇത് എവിടെ വരെ പോകാമെന്ന് അങ്ങനെ ചെയ്യുന്ന പക്ഷേ ചിലർ വളരെ ഫാസ്റ്റായിട്ട് പോകണമെന്ന് പറയുന്ന, അതായത് റേസിൽ ഫസ്റ്റിൽ വരണമെന്ന് ആഗ്രഹിക്കുന്ന കമ്പനികളുമുണ്ട്. അപ്പോൾ അത് ആണ് ഇത്. അപ്പം ഈ അടുത്ത വരുന്ന കുറേ വർഷങ്ങളിൽ നമുക്കറിയാൻ പറ്റും ഇത് എവിടെ എത്തും, എങ്ങനെയാണ്. പക്ഷേ ഇത് ജുഡീഷ്യസ് ആയിട്ട് ഡെവലപ്പ് ചെയ്തില്ലെങ്കിൽ, ജുഡീഷ്യസ് ആയിട്ട് ഉപയോഗിച്ചില്ലെങ്കിൽ ഇത് ശരിക്കും വിനാശകരമായിരിക്കും. അതേസമയം ഇത് വളരെ ജുഡീഷ്യസ് ആയിട്ട് നമുക്ക് മനുഷ്യന് യൂസ്ഫുൾ ആയിട്ടുള്ള രീതിയിൽ, ഇപ്പം മനുഷ്യനെ ചെയ്യാൻ പറ്റാത്ത പല കാര്യങ്ങളും ചെയ്യാൻ, അല്ലെങ്കിൽ മനുഷ്യന് ചെയ്യാൻ ബോറടിക്കുന്ന കാര്യങ്ങൾ ചെയ്യാൻ, മനുഷ്യനെ അല്ലെങ്കിൽ ഡേഞ്ചറസ് ആയിട്ടുള്ള ഹസാർഡസ് ആയിട്ടുള്ള അവോയ്ഡ് ചെയ്യാൻ, അങ്ങനെയൊക്കെയുള്ള വർക്കുകളൊക്കെ ചെയ്യിപ്പിക്കാം. ഇപ്പം മനുഷ്യനെ അപകടം പറ്റുന്ന ഒത്തിരി ഇതുണ്ട്. അതുപോലെ മറ്റേ വളരെ വൃത്തികെട്ടായിട്ട് ഇപ്പോൾ സ്കാവഞ്ചേഴ്സ് ചെയ്യുന്ന വർക്കുകൾ, ക്ലീൻ ചെയ്യുന്നത്, ഇങ്ങനെയൊക്കെ അതൊക്കെ ഓൾറെഡി ഇപ്പം ചെയ്യുന്നത് ഓൾറെഡി നോർമൽ AI തന്നെ ചെയ്യുന്നുണ്ട്. കാര്യം അത് അതിനുവേണ്ടി ട്രെയിൻ ചെയ്തതാണ്. പക്ഷേ ഈ AGI എന്ന് പറയുന്നത് ഈ മനുഷ്യനെ പോലെ പെരുമാറുന്നതാവുമ്പം അത് എങ്ങനെ അതിനെ യൂസ്ഫുള്ളായിട്ട് യൂസ് ചെയ്യാം. അല്ലെന്നുണ്ടെങ്കിൽ ഇതെല്ലാം ക്രിയേറ്റ് ചെയ്ത ആൾക്കാർക്ക് തന്നെ ഇതൊടുവിൽ വിനാശകരമായിത്തീരും. അതല്ലാതെ ഇല്ല ചില സയൻസ് ഫിക്ഷൻ മൂവീസുകളൊക്കെ കാണുന്ന പോലെ ഇനി ഇവരെ ഈ AGIസിനെ ഉപയോഗിച്ച് ലോകം നിയന്ത്രിക്കുമെന്നുള്ള ആണോ ഇവർ വിഭാവന ചെയ്യുന്നത് എന്നും നമുക്കറിയത്തില്ല. പക്ഷെ അത് ഇനി ഒരു പരിധി വരെയൊക്കെ അവസാനം അവരെയും ഈ AGIs ഇല്ലാതാക്കും എന്നാണ് നമ്മളുടെ ഒരു ബേസിക് ആയിട്ടുള്ള അണ്ടർസ്റ്റാൻഡിങ്ങിൽ നിന്നും പറയാനുള്ളത്. അപ്പം ഞങ്ങളുടെ ഈ വീഡിയോ ഇത്രയും നേരം ക്ഷമയോടുകൂടി കേട്ടതിന് സന്തോഷം. താങ്ക് യു. ഇത് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. ഇതുപോലെ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. ഇത് നിങ്ങളുടെ ഫ്രണ്ട്സ് നെറ്റ്വർക്കിൽ ഷെയർ ചെയ്യണം. Thank you so much for watching our video. We will be back soon. Bye. Take care. Thank you.